കാലവർഷത്തിൽ കേരളം തണുത്തു വിറയ്ക്കുമ്പോൾ കേരളത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നെഞ്ചിൽ കൊടും ചൂടുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 19-ന് നടത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ 19-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. ഗസറ്റ് വിജ്ഞാപനം ഈ മാസം 26-നും നോമിനേഷൻ സമർപ്പിക്കേണ്ടത് ജൂൺ 2-നുമാണ്. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5-ആണ്. ഉടൻ മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതായി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള രാഷ്ട്രീയത്തിൽ മുൻതൂക്കം ഉറപ്പിക്കാനുള്ള സുവർണാവസരമാണ് പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നതാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നും ഇനിയും വൈകിയാൽ നിയമ നടപടിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കാണിച്ച് മുൻ MLA PV അൻവർ നേരത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്ന വിലയിരുത്തലും ഇതിനിടെ ഉണ്ടായിരുന്നു. ഇതിനെ അപ്രസക്തമാക്കിയാണ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാവുക. ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പിലും UDF-ഉം LDF-ഉം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയുണ്ടായി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട് UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം വിജയിക്കുകയുണ്ടായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. സിറ്റിംഗ് MLA LDF-ഉമായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് UDF-ന്റെ വിജയത്തിനായി അംഗത്തിനിറങ്ങുമ്പോൾ സീറ്റ് നിലനിർത്തി മറുപടി നൽകേണ്ടത് CPM-നും LDF-നും അഭിമാന പ്രശ്നം തന്നെയാണ്. പഴയ ആര്യാടിന്റെ തട്ടുകൾ 9 വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കാൻ UDF തയ്യാറെടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാകും അവർക്കുള്ള പ്രധാന വെല്ലുവിളി. 2016-ലാണ് PV അൻവറിലൂടെ LDF ഈ സ്ഥാനം സ്വന്തമാക്കിയത്. പിണറായിയുടെയും LDF-ന്റെയും പ്രത്യേകിച്ച് CPM-ന്റെയും വിശ്വസ്തനായ PV അൻവർ SP സുജിത് ദാസിനെതിരെയും പിന്നാലെ ADGP അജിത് കുമാറിനെതിരെയും കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ നേതൃത്വവുമായി പിണങ്ങുകയും തുടർന്ന് വിശ്വസ്തനായ അൻവർ തന്നെ CPM-ന്റെ ശത്രുവായി എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF-നും UDF-നും ഒരുപോലെ നിർണായകമാകുന്ന സീറ്റാണ് നിലമ്പൂരിലേത്. ഭരണപക്ഷത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമായാണ് UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതേസമയം അൻവർ പോയാലും പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നും സംസ്ഥാനത്ത് ഭരണ തുടർച്ച തന്നെ ഉണ്ടാകുമെന്ന് കാണിക്കുന്നതിനായി നിലമ്പൂർ പിടിക്കുക എന്നത് LDF-നും വലിയ വെല്ലുവിളി തന്നെയാണ്. BJP-ക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉയർത്തേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. രാഷ്ട്രീയ കേരളത്തിന് മൊത്തത്തിൽ മാറ്റം വന്ന സമയത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഇത്തവണത്തെ പ്രധാന പ്രത്യേകത. BJP-യെ രാജീവ് ചന്ദ്രശേഖരൻ നയിക്കാൻ എത്തിയ ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത്. അതേസമയം KPCC-യുടെ തലപ്പത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റ് നിലമ്പൂരിലെ ജയം അനിവാര്യതയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് ആയതിനാൽ തന്നെ നിലമ്പൂരിലെ തോൽവി CPM-ന്റെ മുഴുവൻ കോൺഫിഡൻസിനെയും ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്.